തീരുമാനിക്കണം. ഒരു വാക്ക്, രണ്ട് വാക്ക് എനിക്കിനി കൂട്ടി പറയണം. എന്താണെന്നറിയോ? ഒന്ന്, ഈ സൂക്ഷ്മത കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ജീവിച്ച നമുക്കുണ്ടാകുന്നൊരു ചിന്താഗതി, ഇതൊക്കെ ഒരു തരം പിന്തിരിപ്പനും ഒരു പഴഞ്ചനും ഒക്കെ അല്ലേ എന്ന് തോന്നും ആളുകൾ. അല്ല, അങ്ങനെയല്ല. നമുക്ക് ഈ സൂക്ഷ്മത ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തി ജീവിച്ചു വരുമ്പോൾ, സൂക്ഷിച്ചു വരുമ്പോഴുണ്ടാകുന്ന പ്രയോജനം, അതിന് പ്രയോജനം കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. എന്താ പ്രയോജനം? ആഖിബത്തുൽ തഖ്വ, അന്തിമ വിജയം ലഭിക്കുന്നത് അവർക്കാണ്. അന്തിമ വിജയം അള്ളാഹുവിൻ്റെ പക്കൽ പൊരുത്തം കിട്ടി സ്വർഗത്തിൻ്റെ അവകാശിയായി തീരുന്നവർ ഇല്ലാ മൻ അത്തല്ലാഹു ബി ഖൽബിൻ സലീം. ഈ ജീവിതത്തിൽ ഈ ഭയപ്പാടും സൂക്ഷ്മതയായിട്ട് ഇങ്ങനെ പോയ അയാൾ ഓരോ നിമിഷവും സൂക്ഷിച്ചു, ഓരോ സന്ദർഭവും സൂക്ഷിച്ചു, ഓരോ രംഗവും സൂക്ഷിച്ചു. അങ്ങനെ ഓരോ ദിവസവും അവസാനം അത്താണിക്കൽ എത്തിച്ചു. അത്താണിക്കൽ എന്ന് പറഞ്ഞാൽ ഉറങ്ങണ നേരം അവിടെ കൊണ്ട് എത്തിച്ചു. ഇവിടെ എത്തി. ഇന്നത്തെ ദിവസം സൂക്ഷ്മതയോടെ ഞാൻ ഇവിടെ കൊണ്ടെത്തി. ഇനി നേരം പുലരുമ്പോഴല്ലേ? നേരം പുലരട്ടെ, അവിടെ തുടങ്ങണം രണ്ടാമത്. അങ്ങനെ ഓരോ ദിവസത്തെയും ഒരു യൂണിറ്റായി എടുത്തിട്ട് തഖ്വയോടുകൂടി തുടങ്ങി തഖ്വയോടുകൂടി അവസാനിപ്പിച്ചിട്ട് ഒരു അയാളെ മരിച്ചുപോയി. അള്ളാന്റെ പക്കൽ അയാളുടെ സ്ഥാനം ഉറപ്പായി. ജീവിച്ചിരിക്കുമ്പോഴോ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഈ ദുനിയാവിൽ ഒരു അള്ളാഹു നമ്മളെ നിന്ദിക്കാൻ തീരുമാനിച്ചാൽ നാം എന്ത് തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാരും ബഹുമാനിക്കൂല. ഒരാൾക്കും നമ്മളെ സ്നേഹം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല. വെറുതെ വിചാരിക്കുകയാണ്. പടച്ചവന് തീരുമാനിക്കണം, ഇവനെ ജനങ്ങൾ ഇഷ്ടപ്പെടട്ടെ, ഇവനെ മാതാപിതാക്കൾ ഇഷ്ടപ്പെടട്ടെ, ഭാര്യ ഇഷ്ടപ്പെടട്ടെ, മക്കൾ ഇഷ്ടപ്പെടട്ടെ, മനുഷ്യർ ഇഷ്ടപ്പെടട്ടെ എന്ന് പടച്ചവൻ തീരുമാനിക്കുമ്പോൾ അറിയാത്ത സ്നേഹബഹുമാനങ്ങൾ ഈ വ്യക്തിയെ തെരഞ്ഞു വരും. അതായത് സത്യം. അള്ളാന്റെ പക്കൽ മാന്യനാവുക, പടച്ചവന്റെ പക്കൽ മാന്യനാവുക. എന്തേ നിങ്ങൾ ഇങ്ങനെ ശഠിക്കാൻ ഈ കാര്യത്തിൽ? ഭാര്യയുടെ വേഷത്തിൽ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ സമ്പാദ്യത്തിലൊക്കെ എനിക്കൊരാളെ പക്കൽ നന്നാവണം, പടച്ചോൻ്റെ പക്കൽ മാന്യനാവണം. അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാത്ര? അന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. തഖ്വയുള്ളവരെ പടച്ചോൻക്ക് ഇഷ്ട സ്നേഹം. ഇനി എന്താ പടച്ചോൻ പറയേണ്ടത്? ആരുടെ സ്നേഹം പോയി തൊലയട്ടെ, പടച്ചോന്റെ സ്നേഹം കിട്ടിയാൽ മതിയല്ലോ. പടച്ചോന്റെ സ്നേഹം കിട്ടിയാൽ മതി. പിന്നെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? അവൻ പ്രതീക്ഷിക്കാതെ അവൻ ആഹാരം കൊടുക്കും. ആഹാരം തീറ്റിക്ക് മുട്ടൂലാൻ. ജീവിത സുഖം പടച്ചോൻ കൊടുക്കൂ. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തുറസ് കൊടുക്കും, ഒരു പഴുത് കൊടുക്കും, ഒരു പോംവഴി. വാതിൽ അടഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ഒരു വാതിൽ തുറന്നു കൊടുക്കും. കുട്ടിൻ്റെ കല്യാണം നടക്കാതെ അങ്ങനെ അടങ്ങറായി. ഇയാളാണെങ്കിൽ പടച്ചോനെ പേടിച്ചെന്നെ ജീവിക്കുന്നൊരു മനുഷ്യനും ആ കുടുംബം അങ്ങനെ തന്നെ. അവസാനം കേൾക്കാം ആ കുട്ടി ആരോ കൊത്തിക്കൊണ്ടുപോയി എന്ന് വെച്ചാൽ ഒരു നല്ല പുതിയാപ്പള വന്ന് ആ കുട്ടിയുടെ വിവാഹം നടന്നുപോയി. നമ്മൾ എത്ര കേൾക്കാറുണ്ട് ഇങ്ങനെ? സത്യമാണ് ആ സംഭവം. അള്ളാഹിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരെ മക്കളൊന്നും ഇവിടെ അലയേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ നടക്കുമെന്നല്ല. അള്ള പരീക്ഷിക്കും. സബൂറായി നിൽക്കുക, അള്ള വഴി കാണിച്ചു തരാണ്ടിരിക്കില്ല. കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു അങ്കലാപ്പുണ്ട് നമ്മുടെ തലയിൽ, ഇല്ലേ? പലപ്പോഴും രണ്ട് ജോലി മുന്നിൽ വന്ന് ഏത് തിരഞ്ഞെടുക്കണം, രണ്ട് ബിസിനസ് ഓഫറുകളിൽ ഏതാണ് മെച്ചം, എന്താണ് മെച്ചം, രണ്ട് വിവാഹ കാര്യങ്ങൾ വന്ന് ഏത് തിരഞ്ഞെടുക്കണം, ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രശ്നം. ഫുർഖാൻ, കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ഒരു കഴിവില്ല തലച്ചോറിന്. അത് തഖ്വയുള്ള മനുഷ്യന്മാർക്ക് കിട്ടുന്ന, അത് പരലോകത്തല്ല, ഇവിടെ പടച്ചവൻ്റെതാണ് ഈ വാഗ്ദാനം. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചെയ്താൽ മതി, ഇതാണ് എൻ്റെ പരിഹാരം, ഇതിങ്ങനെ ചെയ്താൽ മതി, ഇതാണ് എൻ്റെ പരിഹാരം. ഈ പരിഹാരത്തിന്റെ മാർഗം എവിടുന്ന് കിട്ടുന്ന? ഇവർക്കാർക്കും പ്രത്യേകിച്ചൊരു ബുദ്ധി പടച്ചോൻ കൊടുത്തതല്ല. ജീവിതത്തിൽ അവർ പാലിച്ച തഖ്വ കൊണ്ട് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു സൗഭാഗ്യമാണത്. ഇനി നിങ്ങളറിയോ, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ആയുധം ഇതാ. വൈൻ തസ്ബിറു വതത്തഖു ലാ യളുറുക്കും കൈദും ഷൈഅ. ഒരു സമുദായം ഒന്നായി തഖ്വയിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ മെനക്കെട്ടാൽ ആ സമുദായത്തെ നശിപ്പിക്കാൻ ഒരു ശത്രുവിനും കഴിയില്ല എന്നാ. ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് ഏശൂലെന്ന്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുന്ന ഒരു നിഷ്ഠ, സൂക്ഷ്മത, അങ്ങനത്തെ ഒരു സമുദായം, ഒരു മഹല്ല്, ഒരു 10 കുടുംബം, ഒരു 100 ആൾക്കാർ ആരോ ആവട്ടെ ജീവിക്കാൻ മെനക്കെട്ടാൽ അവരെ നശിപ്പിക്കാനോ ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പടച്ചോനാ. പടച്ചോന്റെ വാക്ക് പൊളിയാവൂലല്ലോ, വാഗ്ദാനം തെറ്റൂല. അതായത് സത്യം. നമ്മളെ വിചാരം അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല എന്നാ. തിരിച്ചാ പടച്ചോൻ പറഞ്ഞത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധയാത്ര പോകുന്ന സഹാബികൾക്ക് കൊടുത്ത വസിയ്യത്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സഹാബികൾക്ക് നൽകിയ വസിയ്യത്ത് എന്താണെന്നറിയോ? നിങ്ങളെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ആ ആയുധം നഷ്ടപ്പെടരുത്. ഞാൻ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, ആ ആയുധം നാം കളയരുത്. ആ ആയുധം നാം കളഞ്ഞാൽ പിന്നെ ഒരായുധം കൊണ്ട് രക്ഷയില്ല. ഏതാണ് ആയുധം? തഖ്വ.
ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്ന തഖ്വയാണ് നമ്മുടെ ആയുധം. അതാണ് നമ്മളെ പരിച, അതാണ് നമ്മളെ വാള്, അതാണ് തോക്ക്, അതാണ് ബോംബ്. അത് കയ്യിലുള്ള മനുഷ്യനെ തകർക്കാൻ കഴിയില്ല എന്ന് പടച്ചോൻ പറഞ്ഞാൽ പടച്ചോൻ കൂടണമെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഇത് ക്ലാസ്സിൽ പറയുന്നൊരു ഭംഗി വാക്കല്ല, മനസ്സുറപ്പിച്ചുറപ്പിച്ച് നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്കാ. നിങ്ങൾ കടന്നു ചെല്ലുന്ന പേർഷ്യയിലും റോമിലുമുള്ള പിന്നെ ഇറാഖിൻ്റെയും പേർഷ്യയുടെയും ഭാഗങ്ങളിൽ നിങ്ങളെക്കാളേറെ അംഗബലമുള്ള, നിങ്ങളെക്കാളേറെ സൈനിക ശക്തിയുള്ള സൈന്യങ്ങളെയാണ് നിങ്ങൾക്ക് നേരിടാനുള്ളത്. അവർ നിങ്ങളെക്കാളും മോശപ്പെട്ടവരാണ് എന്നതുകൊണ്ട് നിങ്ങൾ തെറ്റുകളിൻ്റെ ഭാഗത്തേക്ക് വഴിമാറി പോകരുത്. അവരെ പക്കലില്ലാത്തൊരു ആയുധം നിങ്ങളുടെ പക്കലുണ്ട്, അതാണ് തഖ്വ. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ പരാജയപ്പെടും. അത് നിങ്ങളെ കൈവശമുള്ളിടത്തോളം കാലം നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൊയ്ക്കോളൂ. ഇതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യത്തിന് കൊടുത്ത ഉപദേശം. നമ്മളെ കയ്യിലുള്ള ഉപദേശം അതാ. എങ്ങനെ നമ്മൾ ജയിക്കുക? മുസ്ലിം സമുദായം ഇന്ത്യയിൽ, കേരളത്തിൽ ഒരുപാട് വെല്ലുവിളികൾക്ക് മുമ്പിലാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം. ആയുധത്തിന്റെ തീരുമാനമല്ല, ബോംബിന്റെ തീരുമാനമല്ല. നാം പടച്ചവൻ പറഞ്ഞ സൂക്ഷ്മതയുടെ ശീലങ്ങൾ പഠിപ്പിച്ചും ശീലിച്ചും നിഷ്ഠയോടുകൂടി ജീവിക്കും എല്ലാ രംഗത്തും. ആ തീരുമാനം നമ്മൾ വരുമ്പോൾ നമ്മളെപ്പറ്റി മറ്റുള്ളവർക്ക് എന്തോ ഒരു അറിയാത്തൊരു മതിപ്പ്. ഖുർആൻ ഹദീസ് ഉപയോഗിച്ച വാക്ക് ഹൈബത്താണ്. ഹൈബത്ത് മുസ്ലിങ്ങളാണ്, അയാളോടൊന്നും പറയാൻ പോണ്ട, ഓരോട് ആരും കളിക്കണ്ട. മറ്റുള്ളവരിൽ നമ്മെക്കുറിച്ചുണ്ടാക്കുന്ന ഈ ഒരു ഭീതിയില്ലേ, ഈ ഒരു അമിതമായ മതിപ്പില്ലേ, ആ മതിപ്പ് ഞാൻ വയറ് നിറച്ച് തിന്ന് വയറുണ്ടാക്കിയൊക്കെ ആവൂല. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിന്നാലും ആവൂല. പോയേടാ, നിങ്ങളെക്കാളും ശക്തി ഞങ്ങളെടുത്തിട്ടുണ്ടെന്ന് പറയും. നേരെ മറിച്ച് തഖ്വ കൊണ്ട് ആർജിച്ചെടുക്കുന്ന, ഒരു ജീവിത നിഷ്ഠ കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു ശക്തിയില്ലേ, ഒരു വ്യക്തി, ഒരു കൂട്ടം ആളുകൾ, ആ ആളുകളെ പറ്റി പടച്ചവൻ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഒരു മതിപ്പുണ്ട്. ആ മതിപ്പാ മുസൽമാന്റെ രക്ഷ. അതാണ് പറഞ്ഞ ആയത്തിന്റെ അർത്ഥവും. ഇനി ഞാനൊരു നാൾ യാത്ര പോകണം, നമ്മളൊക്കെയും യാത്ര പോകണം ഒരു ദിവസം. യാത്രയിൽ സാധാരണ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും കരുതിയാണ് നമ്മൾ പോവാറ്. അന്ത്യയാത്രയിൽ കരുതാനുള്ള ഭക്ഷണ സാധനം എന്താണെന്നറിയോ? ജീവിതത്തിൽ കൊണ്ടു നടന്ന തഖ്വ. എത്ര രസകര ഖുർആന്റെ പ്രയോഗം, വഖൈറുസാദി അത്തഖ്വ. യാത്രയിൽ കരുതാവുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്നറിയോ? തഖ്വയാണ്. ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ഞാൻ ഇവിടെ ഈ അർത്ഥത്തിൽ വിശദീകരിച്ച് തരാണ്. എന്താണ് അർത്ഥം? നമ്മൾ ഹജ്ജിനും നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ യാത്രയിൽ കഴിക്കാനുള്ള ഭക്ഷണം, അല്ലെങ്കിൽ കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാനുള്ള കാശൊക്കെ കരുതിയിട്ടല്ലേ പോവുക. ആ യാത്രക്കൊരു പ്രത്യേകത, സലാം പറഞ്ഞിട്ടാ പോവുക. ഞാൻ പോയിട്ട് വരട്ടാ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കാണട്ടോ, അല്ലെങ്കിൽ ഹജ്ജ് കഴിച്ച് കയറട്ടോ എന്ന് വിചാരിച്ചിട്ട് യാത്രയാക്കാൻ ആളുകളൊക്കെ നിൽക്കും നമ്മളെ, അല്ലേ? മരണത്തിൻ്റെ യാത്രയുണ്ട്. ആ യാത്രയിലും യാത്രയാക്കാൻ പലരും ഉണ്ടാവും. സാധാരണഗതിയിൽ വേണ്ടപ്പെട്ടവരും ഒക്കെ അവരാരും കൈവീശി പറയില്ല, നമ്മളോട്ട് കൈവീശി കാണിക്കൂല. ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നിങ്ങളുടെ കയ്യിൽ എന്താ തിന്നാനുള്ളത്? കഴിക്കാനുള്ള യാത്രാ ഭക്ഷണം എന്താണ്? സാൻഡ്വിച്ചും ഇതും കൊണ്ടായിട്ട് കാര്യമില്ല. അതിൻ്റെ ആവശ്യം കഴിഞ്ഞു, തീർന്നിരിക്കുന്നു. ഇനി ആ ജാതി ഭക്ഷണ സാധനം കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾക്ക് കൂട്ടായി ലഭിക്കുന്ന ഭക്ഷണം എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങൾ കൊണ്ട് നടന്ന തഖ്വയില്ലേ, സൂക്ഷ്മത, ശ്രദ്ധ, അതൊരാഹാരം പോലെ, ഒരു യാത്രാ ഭക്ഷണം പോലെ നിങ്ങളെ കൂടെ വരും. നിങ്ങളെ ഖബറിൽ വിളിച്ചുണർത്തിയതിൽ പിറകെ സുന്ദരനായ ഒരു വ്യക്തി നിങ്ങളെ മുന്നിൽ വരും. ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. നാം ചോദിക്കും, നിങ്ങളാരാണ്? ഞാനാണ് നിൻ്റെ സൽക്കർമ്മങ്ങൾ, ഞാനാണ് നിൻ്റെ ജീവിതത്തിലെ പുണ്യകർമ്മങ്ങൾ. അതൊരു മനുഷ്യൻ്റെ ഒരു സുന്ദരമായൊരു രൂപത്തിലേക്ക് രൂപപ്പെട്ടിട്ട് നമ്മളെ മുന്നിൽ വരും. എന്നിട്ട് പറയും, ഉറങ്ങിക്കോ, ശാന്തമായി ഉറങ്ങിക്കോ. അള്ളാഹു നിന്നെ വിളിച്ചുണർത്തുന്ന നാൾ വരെ അല്ലലറിയാതെ ഉറങ്ങിക്കോളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.